പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മുതലൂർ ചേർച്ചിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ചേർച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് നോക്കിക്കോളൂ, അതിൻ്റെ ടവർ. ഇത് ഇവിടുത്തെ ഏറ്റവും പൊക്കം കൂടിയ ടവറാണ്. 212 ഫീറ്റ് ഹൈ ആണെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ ഇത്രയും ഹൈറ്റുള്ള മറ്റൊരു പള്ളി ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. 212 അടി പൊക്കമുള്ള ചേർച്ച്, മുതലൂർ ചേർച്ച്. സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. അങ്ങനെ നമ്മൾ മുതലൂർ ചേർച്ചിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം, പ്രസിദ്ധമാണ് മുതലൂരിലെ CSI പള്ളി. കാരണം ഈ സ്ഥലത്തിന് ഈ പേര് കിട്ടിയത് തന്നെ അങ്ങനെയാണ്. മുതൽ എന്ന് പറഞ്ഞാൽ ആദ്യം കുറേ മിഷണറീസ് വന്നിട്ടാണ് ഇവിടെ ഈ പള്ളി പണിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം പള്ളി ഉണ്ടായ സ്ഥലം എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന രീതിയിൽ മുതലൂർ എന്നീ സ്ഥലത്തിന് പേര് വരുന്നു. അതിൻ്റെ വർഷങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1883 കാലഘട്ടത്തിൽ 1929 ആ ഒരു പീരീഡിലാണ് ഇവിടെ ഈ പള്ളി സ്ഥാപിതമായത്. CSI പള്ളിയാണ്. 1883 CSI ചേർച്ച്. പിന്നെ ഇത് പുതുക്കി പണിഞ്ഞത് 1973. അപ്പം തുടക്കത്തിൽ ഇത്രയും വലിയ പള്ളിയല്ലായിരുന്നു, പക്ഷേ ഇവിടെ ഒരു പള്ളി ഉണ്ടായി 1883. 1973 ഇത്രയും ഒരു വലിയൊരു സ്ട്രക്ചറായി ഇത് മാറിയത്. ഉള്ളിലേക്ക് പോകാം. പഴക്കം ചെന്ന പള്ളി ഇവിടുത്തെ CSI ചേർച്ച്, മുതലൂർ CSI ചേർച്ച്. അപ്പോൾ ഇവിടുത്തെ ഈ CSI പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ജീസസാണ്, മദർ മേരി അല്ല. ജീസസിനെയാണ് കൂടുതൽ ആരാധിക്കുന്നത്, മദർ മേരി കോൺസെപ്റ്റ് അല്ല. പിന്നെ നമ്മൾ കുരിശ് വരയ്ക്കണം എന്നില്ല, അങ്ങനെ പ്രാർത്ഥിച്ചാലും മതിയാകും. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരുമാകാം, പക്ഷേ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം, ഒരു ആരാധനാലയം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രാർത്ഥിക്കാനായി എത്തുന്ന സ്ഥലമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മളിലേക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അവിടെ മതങ്ങളില്ല, ഒന്നുമില്ല, വിശ്വാസം മാത്രം. അപ്പോൾ നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാം ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും പോയി പ്രാർത്ഥിക്കാം. നമ്മളുടെ മനസ്സിന് ഒരു സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു നല്ല കാര്യം മാത്രമാണത്. അപ്പോൾ ഇവിടെയും നമ്മൾ വരുന്നു. ഇതൊരു CSI പള്ളി. മുതലൂരിൽ വരാൻ സാധിച്ച ഒരു നിയോഗം, ഇങ്ങനൊരു പള്ളി ഉണ്ടെന്നറിയുന്നു, ഇവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഒരു നിയോഗം പോലെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനയും കഴിഞ്ഞു. നമ്മളിവിടെ നിന്നും തിരിച്ചു.